ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പാകെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമെന്ന് പറയുന്നത് സംശയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ സംശയത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. കാരണം ബൈബിളിൽ വിശ്വാസത്തിൻ്റെ എതിർപദം അത് അസംശയം അല്ലെങ്കിൽ അവിശ്വാസമാണെങ്കിൽ പോലും സംശയമാണ് വിശ്വാസത്തിൻ്റെ എതിര് എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിഷയമാണ് സംശയം എന്ന് പറയുന്നത്. ആ സംശയത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. എന്താണ് സംശയമെന്ന് പറയുന്നത്? ആ സംശയത്തിൻ്റെ ഉള്ളറകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? സംശയം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്? അത് വിശ്വാസവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? യോജിച്ചിരിക്കുകയാണോ അതോ അതിനെ വിഘടിക്കുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് പ്രസംഗ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കരുണാസമ്പൂർണമായ ഇടയങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ നൽകി തന്നിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ ദൈവവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളൊരിക്കലും വീണു പോകാതെ താണു പോകാതെ ഞങ്ങളായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം പിതാവേ. ഇന്ന് ഞങ്ങൾ സംശയത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. സംശയം ഞങ്ങളിലത് എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പിതാവേ. അത് ആഴത്തിൽ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സകലമാനമുഖത്തും കർത്താവ് എടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മൾ സംശയത്തെക്കുറിച്ചാണെന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തു സംശയത്തെ ശാസിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ തൊക്കണം സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഇന്നിടുന്നത് നാളെ അടുപ്പിൽ ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾക്ക് എത്ര അധികം. നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതം വളരെയധികം ഒരു സോപ്പ് കുമ്പളം പോലെ അല്ലെങ്കിൽ ജലത്തിൻ്റെ തുള്ളി പോലെയാണെന്നാണ് കഥാബോധം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആ ഒരു അർത്ഥത്തിലാണ് സംസാരിക്കുന്നത്. കാരണം നിസ്സാരന്മാരായിട്ടുള്ള ആളുകളാണ്. പുല്ലുകൾ അതൊക്കെ എന്താണ് കരിഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികമെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ സംശയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്പവിശ്വാസം എന്ന് പറയുന്നത് വളരെ നമ്മളെ തകർക്കുന്നതാണെന്ന് കാണുവാനൊക്കെ സാധിക്കും. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ പരിപൂർണമായി നമുക്ക് വിശ്വസിക്കുക.
ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ പരിപൂർണമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഒരിക്കൽ പോലും സംശയിക്കരുത്. സംശയിക്കാതെ പരിപൂർണമായൊരു വിശ്വാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് വിജയം കൈവരിപ്പാൻ കൊണ്ട് സാധിക്കും. ഇവിടെ കാണുന്ന അല്പവിശ്വാസികൾ നിങ്ങൾക്ക് അത്ര അധികം. നമ്മൾ ദൈവത്തെ അല്പം മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എങ്കിലും അനേകമായ നന്മകൾ കർത്താവ് നമുക്ക് ദിനംതോറും നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അനേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംശയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്കത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 31-ാമത്തെ വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസത്തെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുന്നതിന് സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഗദരദേശത്ത് അല്ലെങ്കിൽ ഒരു അക്കരയ്ക്ക് പോയി നിന്നുകൊണ്ട് കർത്താവും അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരൊക്കെയും കർത്താവിനെ വിട്ട് അവർ അക്കരയ്ക്ക് അല്ലെങ്കിൽ ഇക്കരയ്ക്ക് വരുന്ന വഴിക്ക് രാത്രി ആയപ്പോഴത്തേന് വലിയ കോളുണ്ടായി, വലിയ കാറ്റടിച്ചു, വലിയ തിരമാലകൾ വന്നു. കർത്താവ് അപ്പോൾ അവർ പേടിച്ച് വരണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു അവരുടെ അടുത്തേക്ക് കടലിലൂടെ നടന്നു വന്നു എന്ന് കാണാൻ സാധിക്കുന്നു. കടലിലൂടെ നടന്നു വരുമ്പോൾ അവർ യേശുവിനെ ഒരു ഭൂതമായിട്ട് അവർ ചിന്തിക്കുന്നു. യേശു പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചപ്പോൾ യേശു കടലിന് മീതെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് അവനാഗ്രഹം യേശുവാണ് കടലിലൂടെ നടന്നു വരുന്നതല്ലോ, അപ്പോൾ എനിക്കും അതിന് സാധിക്കുമെന്ന് ചിന്തിച്ചു. പത്രോസും കടലിലൂടെ നടക്കുവാനായിട്ട് തീരുമാനിച്ചു. അവനും കടൽ മീതെ നടന്നുകൊണ്ട് യേശുവിനടുത്തേക്ക് നടന്നു വന്നു. അപ്പോൾ പെട്ടെന്ന് അവനെ തന്നെ നോക്കിക്കാണും, അല്ലെങ്കിൽ വലിയ തിരമാല അവർ തമ്മിൽ യേശുവിൻ്റെ മുഖത്തെ മറച്ചുകൊണ്ട് ഒരു വലിയ തിരമാല കടന്നുപോയി. ആ തിരമാല കടന്നു പോയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മുഖവും പത്രോസിൻ്റെ മുഖവും തമ്മിൽ കാണാത്ത വലിയ തിരമാല കടന്നു പോയപ്പോൾ അവൻ ഉള്ളറയിൽ അവൻ്റെ ഉള്ളത്തിൽ ഹൃദയത്തിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു കിടുക്കമുണ്ടായി. അവൻ വെള്ളത്തിലേക്ക് മുങ്ങി താഴുവാൻ്റെ കൊണ്ടും പോയി. അപ്പോഴാണ് കർത്താവ് ഓടി വന്ന് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ വന്ന് അവനെ പെട്ടെന്ന് കൈക്ക് പിടിച്ചെടുത്ത് അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? നിനക്ക് കടലിലൂടെ നടക്കുവാൻ്റെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നിനക്കുണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിൽ നീ ഇറങ്ങി നടന്നെങ്കിലും ഒരു അല്പനിമിഷത്തേക്കുള്ള സംശയം നിന്നെ ബാധിച്ചതുകൊണ്ട് നിനക്ക് നടക്കുവാൻ്റെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? സംശയം ഇത് നടക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, പരിപൂർണമായ വിശ്വാസം നമുക്ക് വിജയം കൊയ്യുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ആ പരിപൂർണമായ വിശ്വാസത്തിൽ ഓരോ വ്യക്തികളായിരിക്കുമ്പോൾ, പക്ഷേ അവരുടെ ഉള്ളത്തിൽ സംശയത്തിൻ്റെ കണിക വന്ന് കയറുമ്പോൾ, സംശയത്തിൻ്റെ ഓരോ കണികയും അത് വിശ്വാസം എന്ന് പറയുന്ന വലിയൊരു കെട്ടുറപ്പുള്ള കെട്ടിടത്തെ അത് കെട്ടുറപ്പില്ലാത്തതാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലാണ് സംശയം എന്ന് പറയുന്നത്. സംശയം വന്നുപോയാൽ ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വരുന്ന ക്രമക്കേട് പോലെ, ഒപ്പം തന്നെ വലിയ വലിയ അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ ദ്രവിച്ചു പോകുന്ന ഭാഗങ്ങളാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഏത് നിർമ്മിതിയാണെങ്കിലും ആ നിർമ്മിതിയെ തകർക്കുന്ന എന്തെങ്കിലും ഒരു പോരായ്മകളാണ് ആ നിർമ്മിതിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് പോലെ സംശയമാണ് വിശ്വാസത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത്. അപ്രകാരം വിശ്വാസത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സംശയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയവും വരാൻ പാടില്ല. നടക്കുമോ ഇല്ലയോ, പറ്റുമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സംശയം നമ്മുടെ ഉള്ളത്തിൽ
വരുവാൻ തക്കവണ്ണം പാടില്ല. അതാണ് കർത്താവ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഒരിക്കൽ പോലും സംശയമില്ലാതെ പരിപൂർണമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നു. സംശയിക്കാൻ പാടില്ല. അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വലിയ ഒരു പ്രതിസന്ധിയായി തീരുമെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മത്തായി 16-ന്റെ 8-ാമത്തെ വാക്യം. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇവിടെ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തുള്ള കാര്യമാണ്. കാരണം അവിടെയുള്ള എല്ലാവർക്കും യേശുവിൻ്റെ വചനം കേൾക്കുവാമെന്ന എല്ലാവർക്കും അപ്പം കൊടുക്കുവാനില്ല, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനില്ല. പക്ഷേ അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കൊണ്ട് സാധിക്കുമെന്നും അവർ പരിപൂർണമായി വിശ്വസിച്ചില്ല. യേശുവിനറിയാം അവർക്ക് എങ്ങനെ ഭക്ഷണം കിട്ടുമെന്ന്. അതുപോലെ നമുക്ക് നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്നൊരു വാതിൽ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വാതിലുണ്ട്, തുറക്കുവാൻ കൊണ്ട് സാധിക്കും. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ നിങ്ങളായിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ വാതിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. പ്രസിദ്ധ തത്വചിന്തകനായിരിക്കുന്ന ഓഷോ എന്ന് പറയുന്ന ഒരാൾ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത് ഞാനൊരിക്കൽ വായിക്കാൻ തൊക്കെ ഇടയായി തീർന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, കർത്താവ് പറയുന്നു, മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥ വാതിലിലാണോ മുട്ടുന്നത്? അന്വേഷിപ്പിന് കണ്ടെത്തുന്നത് നിങ്ങൾ ശരിയായ പാതയിലാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് അത് തുറക്കപ്പെടും. അന്വേഷിക്കുകയും മുട്ടുകയും തുറക്കുന്നത് നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തുറക്കപ്പെടുകയില്ല. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ സദാസമയവും ദൈവം നമ്മുടെ മുമ്പാകെ മുൻപടയായിരിക്കുന്നു, ഞാൻ നിനക്ക് മുമ്പായി പോയി നിനക്ക് പാതയൊരുക്കുമെന്ന് പറഞ്ഞവൻ നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് സംശയമേ പാടില്ല. നമ്മുടെ വഴികളിൽ കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് സംശയമേ പാടില്ല. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ആ ശിഷ്യന്മാർ ചിന്തിച്ചു, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, ഞങ്ങളുടെ ഗുരുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഗലീലയിലുള്ള അനേകം ആളുകൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ അവിടെ തടിച്ചുകൂടി. ജനമെല്ലാവരും തൻ്റെ വിശപ്പും ദാഹമൊക്കെയും മറന്ന് കർത്താവിൻ്റെ പ്രസംഗം കേൾക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വളരെ വൈകിയപ്പോൾ അവർക്ക് എന്താണ് കൊടുത്തു വിടുന്നത്? അവരെ വിശപ്പിനുള്ള ആഹാരം എന്ത് കൊടുക്കണം എന്നവർ ചിന്തിച്ചു. ഇത് അസംഭ്യമായ കാര്യമാണ്. 5000-ഓളം വരുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾക്ക്, ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം കൊടുക്കുന്നത്? പക്ഷേ അവരൊന്നും ഓർത്തില്ല, അരുമനാഥനായ കർത്താവ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടിച്ചവനും പരിപാലകനുമായ കർത്താവ്, ആദാമിനെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, അതിൻ്റെ ഭ്രമണപഥത്തെ സൃഷ്ടിച്ചവൻ, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവൻ, ഒപ്പം തന്നെ സൂര്യന്മാർ, ചന്ദ്രന്മാരെ സൃഷ്ടിച്ചവൻ, അങ്ങനെ നൂറുകണക്കിന് ഗാലക്സികളെ സൃഷ്ടിച്ചവൻ കർത്താവ് ആണ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അവർ മറന്നുപോയി. യേശുവിനെ ഒരു സാധാരണ മനുഷ്യനാക്കി മാറ്റി. അവരുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു സാധാരണ ഗുരുവാക്കി മാറ്റി. പ്രതിമക്കളെ അവർ ഓർത്തില്ല, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എല്ലാവർക്കും എന്നെന്നും ഭക്ഷണം കൊടുക്കുന്ന, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്ന, സിംഹത്തിന് ആഹാരം കൊടുക്കുന്ന, പുലിക്ക് ആഹാരം കൊടുക്കുന്ന, കുരങ്ങന് ആഹാരം കൊടുക്കുന്ന, അങ്ങനെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വനാന്തരത്തിലുള്ള എല്ലാവിധമായ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒപ്പം തന്നെ ഈ ഭൂമിയെ ചമച്ചവനാണ് അവരുടെ കൂടെ ആയിരിക്കുന്നുള്ള വിശ്വാസം അവർക്കില്ലാതായിപ്പോയി. അവർ സംശയിച്ചു, എന്താണ് കൊടുക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കുവാനില്ല. 5 അപ്പവും 2 മീനും അല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കുവാനില്ല. അതുകൊണ്ട് അവർ ഒന്നോർത്തില്ല, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നെന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് സംശയിച്ചത്? അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു സംശയിച്ചു? അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കൊണ്ട് സാധിക്കും. അപ്പവും മീനും അവരുടെ കയ്യിലുണ്ട്. ആ ഒരു ഭക്ഷണത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവ് നൽകി.
അവരുടെ മുമ്പിൽ അന്ന് രാത്രിയിൽ അവർ ഒരു വലിയ പാഠം പഠിച്ചു. അവർ ആലോചിച്ചു, എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇവരെല്ലാവരും, ജനമെല്ലാം പിറുപിറുക്കുമല്ലോ, ജനമെല്ലാം ഒരുപക്ഷെ ഞങ്ങളെ ആക്രോശിച്ചു കൊണ്ടുവരുമല്ലോ. അവർ ഒരുപക്ഷെ അതല്ലെങ്കിൽ അവരൊന്നും പരാതിയൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും അവർ വിശന്ന് പോകുന്നല്ലോ. അവരുടെ വിഷമം എത്രമാത്രമാണ്. പക്ഷേ കർത്താവ് കണ്ടു അവരുടെ വിഷമം. അവർക്ക് നൽകുവാൻ തക്കോണം ദൈവസ്വർഗത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കോണം സാധിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ നിരവധി വഴികൾ കൊട്ടിയടയ്ക്കപ്പെട്ടാലും, നിരവധി പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടാലും, കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു വലിയൊരു വാതിൽ എപ്പോഴുമുണ്ട്. എപ്പോഴും ഒരു പുതിയ വഴി തുറക്കുവാൻ കർത്താവിൻ്റെ മുമ്പിലുണ്ട്. അത് നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നാം പരിപൂർണമായി വിശ്വസിക്കണമെന്ന് ഈ ഭാഗം നമ്മോട് പറയുവാൻ തക്കോണം സാധിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ തക്കോണം സാധിക്കും. അതിന് യേശു, അവിശ്വാസം കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വലിയൊരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരും കൂടെ അവർ ഒരു മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ഇവിടെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 3 പേരും അവിടെ കാണുന്നു. കർത്താവായ യേശുക്രിസ്തു, പത്രോസും യോഹന്നാനും കർത്താവായ യേശുക്രിസ്തുവും കൂടെ 3 പേരും കൂടെ ഉയർന്നൊരു മലയിലേക്ക് പോയി. അവിടെ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മോശയുടെ ഏലിയാവുമായിട്ട് സംസാരിക്കുന്നു. അവരത് കേട്ടു. പരിശുദ്ധിയുടെ നിറവിൽ നിന്നുകൊണ്ട് അവർ വിശ്വസിച്ച കർത്താവിനെ. പക്ഷേ ആ സംഭവം നടക്കുമ്പോൾ മലയുടെ അടിവാരത്തിലേക്ക് ഒരു ചന്ദ്രരോഗം ബാധിച്ച ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് അവിടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പിതാവ് അങ്ങനെ കൊണ്ടുവന്ന് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു, ഈ എൻ്റെ കുഞ്ഞിനെ, എൻ്റെ അരുമയായ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കി നൽകണമേ. ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട് യേശുവിൻ്റെ അനുഗ്രഹങ്ങളും ഒപ്പം തന്നെ അത്ഭുതങ്ങളും. എൻ്റെ കുഞ്ഞിനെ മാറാതെ പിടിച്ചിരിക്കുന്ന ഈ ചന്ദ്രരോഗം ഒന്ന് മാറ്റിത്തരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് തൻ്റെ പിതാവ് ഗദ്ഗതത്തോടുകൂടി ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നിശ്ചയമായിട്ടും മാറ്റുവാൻ തക്കോണം സാധിക്കും, ഞങ്ങൾക്ക് അത് കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾക്കത് മാറ്റുവാൻ തക്കോണം സാധിക്കും. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് മാറ്റാൻ നോക്കിയിട്ട് യാതൊരു കാരണവശാലും സാധിക്കുന്നില്ല. അപ്പോഴാണ് കർത്താവ് വല്ലാതെ കഷ്ടത്തിലായി. അവരെന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ കഷ്ടത്തിലായിരുന്ന ആ കൊച്ചു കുഞ്ഞിനെ, ഞാൻ അവനെ നിൻ്റെ അക്ഷരമായ അടുക്കൽ കൊണ്ടുവന്ന്, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എത്ര വിചാരിച്ചിട്ടും ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കുവാൻ സാധിക്കില്ല. ഒരു വലിയ അത്ഭുത പ്രവൃത്തി നടത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അവർക്ക് സാധിക്കാത്തതിൻ്റെ കാരണമാണ് കർത്താവ് പറയുന്നത്. ശിഷ്യന്മാർ അവിടെ പറയും, അതിന് യേശു പറയും, അവിശ്വാസവും കോട്ടമുള്ള തലമുറ, എത്രത്തോളം നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്, അപ്പോൾ ഇവിടെ അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും തന്നെ വിചാരിച്ചത് ഈ ഭൂതത്തെ അല്ലെങ്കിൽ ഈ രോഗസൗഖ്യത്തെ നൽകുവാൻ തക്കോണം സാധിക്കുമെന്നാണ്. പക്ഷേ യേശു എന്ത് ചെയ്തു? അവിടുത്തെ ഭൂതത്തെ ശാസിച്ചായിട്ട് കാണത്തക്കോ. അവനെ ബാധിച്ചിരിക്കുന്ന പിശാച് അവനെ കെട്ടി ബന്ധിച്ചിരിക്കുന്ന ആണെന്നും ആ ഭൂതത്തെ ശാസിക്കണമെന്നും അവർക്കറിയില്ലായിരുന്നു. ഒരുപക്ഷെ അവർ പ്രാർത്ഥിച്ചായിരിക്കും, അല്ലെങ്കിൽ ഭൂതത്തെ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം. എന്നിരുന്നാലും അവർക്ക് തടസ്സമായി നിൽക്കുന്നത്, ഒരുപക്ഷെ ആൾ ചിന്തിക്കും, പിശാച് ഭയങ്കരനാണ്, പിശാച് വലിയ ശക്തിയുള്ളവനാണ്, ലൂസിഫർ വലിയ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ ഒരുപാട് ആകാശ തീയിറക്കുന്ന അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആളാണ് ലൂസിഫർ, അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ പോയാൽ പേടിക്കണം, അതുകൊണ്ട് അവൻ നമ്മളെ പിടിച്ച് അല്ലെങ്കിൽ നമ്മളെ ബന്ധിക്കും, അത് നമ്മൾ ഒരു പരാജയത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ശത്രുവിൻ്റെ വലിപ്പം കണ്ട് നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ കർത്താവ് സിമ്പിളായിട്ടൊരു കാര്യം പറയാണ്,
അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് എത്ര അധികം. നിങ്ങളൊരു വിശ്വാസമില്ലാത്തതായിപ്പോയല്ലോ. അതിനെ വിശ്വസിക്കുന്നില്ലല്ലോ. പിന്നെ എനിക്ക് എന്ത് പറയാനാണ്? നിങ്ങൾ വിശ്വസിക്കുന്നില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ വലിപ്പമല്ല, പകരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള അവിശ്വാസമാണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ സംശയമാണ് കാര്യം. അതാണ് കർത്താവ് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാൻ നോക്കണം ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അല്പവിശ്വാസികൾ, നിങ്ങൾ എന്തിനു സംശയിച്ചു? സംശയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് എടുത്തു കളയുന്നു, സംശയം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ന് മാറ്റുന്നു, അന്ന് നമ്മുടെ അനുഗ്രഹം ഉണ്ടാകും. ആ സംശയം ദൂരീകരിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ അവർക്ക് അനുഗ്രഹത്തെ ലഭിക്കുന്നെന്ന് കാണുവാൻ സാധിക്കുന്നു. അടുത്ത അവസാനത്തെ ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്: പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ കാണാൻ സാധിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അവർ ഗദരദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് അവർ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വരികയാണ്. വലിയ കൊടുങ്കാറ്റും പേമാരിയും വരുന്നു. ആ പേമാരിയും കൊടുങ്കാറ്റും വരുന്ന സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആ പേമാരിയെ ശാസിക്കുവാനോ അമർച്ച ചെയ്യുവാനോ നമുക്ക് സാധിച്ചു. അവർ നശിച്ചു പോകാൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ വിഷയം തന്നെയാണ്. അവരാരാണ് യേശുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആരാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, അല്പവിശ്വാസം, നിങ്ങൾ സംശയം, എന്താണ് സംശയം? നിങ്ങൾ ആരെയാണ് സംശയിക്കുന്നത്? അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി അവർ സംശയിക്കുകയാണ്. അതാണ് കർത്താവ് പറയുന്നത്. പ്രിയ മക്കളെ, ആ കാറ്റും കോളും പിന്നീട് കർത്താവ് യേശു ക്രിസ്തു ശാസിച്ചതായിട്ട് നമുക്ക് കാണുന്നു. അത് അന്ന് അങ്ങനെ നിന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-25 വാക്യത്തിൽ കാണുന്നത്, അവന് അയ്യോ ബുദ്ധിഹീനന്മാർ, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ഈ ഭാഗത്ത് കാണുന്നതൊക്കെ സാധിക്കുന്നത് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവർ വലിയ നിരാശയിലായി, ദ ഗ്രേറ്റ് ഡിസപ്പോയിൻമെൻറ്റിലേക്ക് അവർ നീങ്ങി, വൻ നിരാശയിലേക്ക് അവർ കൂപ്പുകുത്തി. യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാജാതി രാജാവെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ യഹൂദന്മാർ രാജാവെന്ന് പറഞ്ഞ ആ യേശു നമ്മുടെ ഒപ്പം എല്ലാം മരിച്ചുപോയി. നമ്മൾ എന്ത് ചെയ്യുമിനി? നമ്മൾ ഇത്രയും നാൾ ശിഷ്യന്മാർ അല്ലെങ്കിൽ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ യേശു നമ്മുടെ കൂടെയല്ല, അവനെ ക്രൂശിച്ച് കളഞ്ഞു, മരിച്ചുപോയി. നമുക്ക് നിരാശയായി. ഇനി അങ്ങനെ നമ്മൾ സുവിശേഷം അറിയിക്കും? നിരാശയിൽ അകപ്പെട്ടു പോയവർക്ക് യേശു ഉയർത്തെഴുന്നേറ്റ് കൂടെ വന്നിട്ട് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾ എന്തിനു അവിശ്വാസികളെ, അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് സംശയമാണ് യേശു ജീവിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് മന്ദബുദ്ധികളാണെന്നാണ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ഒന്ന് മനസ്സിലാക്കണം. സംശയം എന്ന് പറയുന്നത് നമുക്കൊരിക്കൽ പോലും പാടില്ലാത്തതാണ്. എപ്പോഴും പരിപൂർണമായ വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പരിപൂർണമായ വിശ്വാസം നമ്മുടെ ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. അങ്ങനെ സംശയം മാറി വിശ്വാസിയായിരിക്കാൻ തക്കവണ്ണം തോമസിനോട് കർത്താവ് പറയുന്നത് പോലെ കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ കർത്താവേ, കരുണാസമ്പൂർണനായ കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയായിരിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് അവിടുത്തെ പ്രവർത്തനത്തെ ഞങ്ങൾ സംശയിക്കാറുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ നടക്കുമോ എന്നുള്ള സംശയം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആ സംശയം കർത്താവ് ഞങ്ങൾക്ക് മാറ്റിത്തരണം. യേശുവിൻ്റെ കഴിവിനെ, ദൈവത്തെ പരിപൂർണമായി വിശ്വസിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കണം. അങ്ങയുടെ എല്ലാവിധമായ അനുഗ്രഹവും ഞങ്ങളെ വഴി നടത്തണമേ. കേൾവിക്കാരങ്ങളുടെ മക്കളെ ഓരോരുത്തരും അനുഗ്രഹിക്കണം. സകലമാനവും മുഖത്തും കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.